എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ വന്ന ഒരു ഉള്ളിവടയാണ്. അതിലേക്ക് 2 മീഡിയം സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കാം. 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് 2 സ്പൂണ് അരിപ്പൊടിയാണ് ഇടുന്നത്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അല്പം മഞ്ഞൾപ്പൊടി. ഇത് ഭയങ്കര കളറുള്ള മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മൾ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് നല്ല കളറുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ വേണ്ട ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പാത്രം നമുക്ക് അടുപ്പത്ത് വെച്ചേക്കാം. ഞാനൊരു ഫ്രൈ പാനാണ് വെച്ച് കൊടുക്കുന്നത്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പറ്റിയ ഒരു ഉള്ളിവടയാണ്. നമുക്ക് ആ ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ നോമ്പ് സമയത്താണ് ഇങ്ങനെയൊക്കെ ഇതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളിവടയാണിത്. നമുക്കിത് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുഴച്ച് വെച്ചിടാം. കുറച്ച് ബജിയും കൂടെ ഉണ്ടാക്കാം. അതിന് കട്ട് ചെയ്ത് വെച്ചേപോലെ പരിക്കാൻ. കാരണം മാവിലൊക്കെ നല്ല ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടണ്ട. ഈ മാവിൽ മുക്കി ഫ്രീ ആക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. ഉള്ളൊക്കെ നല്ല വേവുകയും ചെയ്യും. ഇതേപോലെ എടുത്ത എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അതുപോലെ ബജി, കാബജി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് എളുപ്പം ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് രണ്ടും നമുക്ക് റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.